നമസ്കാരം. മൊസാദിന്റെ കമാൻഡോസ് ഇറാനുള്ളിൽ നടത്തിയ ഓപ്പറേഷന്റെ ചെറിയൊരു വീഡിയോ ദൃശ്യമാണ് തുടക്കത്തിൽ ഈ കാണുന്നത്. ഇസ്രായേൽ തന്നെ പുറത്തുവിട്ട വീഡിയോ ആണ് ഇത്. അടുത്തിടെ റഷ്യയിൽ വൻതോതിലുള്ള ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. ഡ്രോണുകളും മറ്റ് ആകാശ ആയുധങ്ങളും റഷ്യയിലേക്ക് ഒളിച്ചു കടത്തി അവിടെ എത്തിച്ച ശേഷം അനുകൂല സന്ദർഭത്തിൽ വമ്പൻ ആക്രമണം നടത്തിയ യുദ്ധരീതിയെ പുതുകാല ട്രോജൻ തന്ത്രമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിശേഷിപ്പിച്ചത്. ട്രോജൻ മരക്കുതിരയ്ക്കുള്ളിൽ ഒളിപ്പിച്ച പടയാളികളെ കോട്ടമതിലുകളുള്ള ട്രോയ് നഗരത്തിൽ കയറ്റി രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ പുറത്തിറങ്ങി വൻ ആക്രമണം നടത്തിയ ഗ്രീക്ക് പ്രാചീന തന്ത്രമാണ് ട്രോജൻ. ഗ്രീക്ക് ഇതിഹാസങ്ങളിലാണ് ഇതേപ്പറ്റി പരാമർശമുള്ളത്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവും ഈ രീതിയോട് സാമ്യമുള്ളതാണെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ആക്രമണത്തിനായി വർഷങ്ങളായി ഇസ്രായേൽ പ്ലാനിംഗ് നടത്തുന്നുണ്ടായിരുന്നത്രേ. ഇറാനിൽ ഭരണസിരാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ടെഹ്റാന് വളരെ സമീപത്തായി ഒരു രഹസ്യ ഡ്രോൺ ബേസ് പോലും മൊസാദ് സ്ഥാപിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. പ്രസിഷൻ ആയുധങ്ങളും ഡ്രോണുകളും വൻതോതിൽ ഇറാനിലേക്ക് മൊസാദ് ഒളിച്ചു കടത്തി. കമാൻഡോകളും വേഷം മാറി ഇറാനിലെത്തി തുടങ്ങിയ അഭ്യൂഹങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലി പ്രതിരോധ സേനയും ചാരസംഘടനയായ മൊസാദുമാണ് ഈ ദൗത്യമെല്ലാം അതീവ രഹസ്യാത്മക രീതിയിൽ നടത്തിയത്. ഇറാൻ ഇന്റലിജൻസ് വൃത്തങ്ങളിൽ നിന്ന് തങ്ങളുടെ പദ്ധതികൾ ഒളിച്ചുവെക്കാൻ ഇവർക്കായി. മൊസാദാണ് ഡ്രോൺ ബേസിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതൊക്കെ കൂടാതെ ആയുധങ്ങൾ നിറച്ച വാഹനങ്ങളും ഇറാനിലെത്തിയിരുന്നു. രാത്രിയിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട ഡ്രോണുകൾ ഇറാന്റെ വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിച്ചു. വ്യോമപ്രതിരോധ ശേഷി അലങ്കോലമായതോടെ ഇസ്രയേലി യുദ്ധവിമാനങ്ങൾക്ക് ആക്രമണം നടത്താൻ അനുകൂല സാഹചര്യങ്ങൾ ഒരുങ്ങി. അങ്ങനെയാണ് ഇസ്രായേൽ വ്യോമസേന കനത്ത ആക്രമണം ഇറാന്റെ ഉള്ളിൽ നടത്തിയത്. ഏതായാലും മൊസാദ് വീണ്ടും കരുത്ത് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.